1118 പേരുടെ കഥ ഞാൻ പറയാനുണ്ട് ഇനി. 1000 ബേബീസ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സീരീസ് ചെയ്യുന്നത്. ഇതൊരിക്കലും സിനിമയ്ക്ക് പറ്റിയ പ്ലോട്ടല്ല. എൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാം 1000 ബേബീസിൽ അഭിനയിച്ചിരിക്കുന്നത് അവരിന്ന് വരെ ചെയ്യാത്ത വേറൊരു പാറ്റേണിലാണ്. അത് കണ്ടവർ തന്നെ പറഞ്ഞിരുന്നു, ഇത് തിയേറ്ററിൽ വരേണ്ട പരിപാടിയായിരുന്നല്ലോ. തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യപ്പെടും ഈ കഥയ്ക്ക്. റഹ്മാൻ സാറ് ഇടക്കിടക്ക് എന്നെ വിളിക്കുന്നുണ്ട്, എഴുതി തുടങ്ങിയാന്ന് ചോദിച്ചിട്ട്. 10 കൊല്ലമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് വരുന്ന സൗത്തിൽ നിന്നാണ്. ആത്യന്തികമായി എനിക്ക് സിനിമയോടാണ് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു മേഖല സിനിമ തന്നെയാണ്. ആർക്കാണ് ഇവിടെ സാറ്റലൈറ്റ് ഉള്ളത്, അയാളാണ് ഇവിടുത്തെ വലിയ നടൻ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സാറ്റലൈറ്റ് ഉള്ള ഒരാളല്ല നല്ല നടൻ. പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു സഞ്ജുവിന് പകരം ആരെങ്കിലും കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. നീന ഗുപ്ത എന്ന് പറഞ്ഞ ആളെ ഞാൻ ഹിന്ദിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അഭിനയിപ്പിച്ചു. അവരിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് 1 കോടി രൂപ അടുത്ത് ചിലവുണ്ട്. ബേസിക്കലി ഞാനൊരു കോമഡി എഴുത്തുകാരനല്ല. കോമഡി എഴുതുന്നത് അത് വേറെ പരിപാടിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഞാൻ ഷാഫിയും കൂടെ വീണ്ടും പടമുണ്ട്, ദിലീപേട്ടനോട് പടമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ളൊരു സമയത്ത് പോയി കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം മാത്രമാണ് സിനിമ മലയാളിക്ക്. നമസ്കാരം. റിപ്പോർട്ടർ ടി-വിയിൽ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള നജീം കോയയാണ്. നമസ്കാരം സർ. പുതിയ വിശേഷം 1000 ബേബീസ് ആണ്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മന്ത് തികഞ്ഞിരിക്കുകയാണ് OTT-യിൽ റിലീസ് ചെയ്ത ശേഷം. അപ്പം മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല അന്യഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങളും അതുപോലെ സീരീസുകളും ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ തുടക്കമാണ് സീരീസുകൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ട് 1 മാസം തികഞ്ഞിരിക്കുമ്പോൾ സീരീസിനെ കുറിച്ചുള്ള പല പ്രേക്ഷകരിൽ നിന്ന് എത്തുന്ന ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആരും മോശം ഇതുവരെ പറഞ്ഞിട്ടില്ല, കൊള്ളില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. ഈ 1 മാസം കഴിഞ്ഞപ്പോഴും അത് ഇന്ത്യയിലെ നമ്പർ 1 സീരീസ് ആയിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ സന്തോഷമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വന്നിരിക്കുന്നത് യൂറോപ്പ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. അവരെന്തോ ഭയങ്കര അഭിമാനമൊക്കെ ആയിട്ടൊക്കെയാണ് എന്നോട് പറയുന്നത്. അവർക്ക് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് മലയാളത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. എനിക്ക് ആരോ യൂറോപ്പിൽ നിന്നൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു സംഭവമാണ്. ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ടല്ല, ഒരു പിക്കാണ് അയച്ചിരുന്നത്. അത് യൂറോപ്പിൽ ആക്ച്വലി ഈ ഹോട്ട്സ്റ്റാർ അല്ല, ഡിസ്നി പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്നി പ്ലസ്സിൽ അവർ വാളിൽ വലിയൊരു TV-യിൽ 10 സീരീസ് വാളിൽ കിടക്കുന്നത്. അതിൽ 4ാമത്തത് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരെണ്ണമുള്ളൂ, അത് 1000 ബേബീസ് ആണ്. ബാക്കി കിടക്കുന്നത് 3 ജർമ്മൻ സീരീസ്, 2 സ്പാനിഷ്, 1 ഇംഗ്ലീഷ്, അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇന്ത്യ എന്ന് ഒരു സീരീസ്, അത് 1000 ബേബീസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് വേണ്ടിയാണല്ലോ പണിയെടുത്തതെന്ന് തോന്നി. ഇനി സീരീസിൻ്റെ കഥയിലേക്ക് വരുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറാമ്മച്ചി എന്ന് പറയുന്നൊരു കഥാപാത്രം ഒട്ടും നമുക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മനസ്സുകൊണ്ട് ഒരു രീതിയിലും നമുക്ക് എന്താ പറയുക അവരോട് ഒരു അനുകമ്പയും തോന്നാത്ത തരത്തിലുള്ളൊരു കഥാപാത്രമാണ്. അപ്പം അവർ പെട്ടെന്നൊരു ദിവസമാണ് മകനോട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സത്യം തുറന്നു പറയുന്നത്. അപ്പം എന്തായിരിക്കും, പെട്ടെന്നല്ല ആക്ച്വലി ഇത് തുറന്നു പറയുന്നത്. അവർ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് പുറത്തറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. അതിനാണ് അവർ ആ മുറിയിൽ പെർമനൻ്റ് മാർക്കർ വെച്ചിട്ട് അവർ എഴുതി തുടങ്ങുന്നത്. കാരണം ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത ക്രൈം അവരെ ഹോണ്ട് ചെയ്ത് തുടങ്ങുന്നു. നമ്മൾ കണ്ടുവെച്ചല്ലേ, ഇപ്പം സാറാമ്മച്ചി എന്ന് പറഞ്ഞാൽ നീന ഗുപ്തയെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ അവർക്കൊരു വിച്ച് ലുക്ക് വേണമെന്ന് എൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അവർ ഇത്രയും വലിയൊരു ക്രൈം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടും അത് അവരെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യിക്കുന്നതുകൊണ്ടും അവർ ഭയങ്കര ഇൻട്രോവേർട്ടായി ആ വീടിനുള്ളിലേക്ക് ഒതുങ്ങി മാറുക. അപ്പം അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ വസ്ത്രധാരണ എല്ലാം അതിനെ കൂട്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരുന്നത് പോലും. മേക്കപ്പ് പോലും അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ ഫേസിൽ നോക്കിയാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. സാറാമ്മച്ചിയുടെ ഫേസ് നോക്കിയാൽ ഭയങ്കര നെഗറ്റീവാണ്. നമ്മളത് മനഃപൂർവ്വം അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. കാരണം അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് പുറത്തറിയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ ഹാലുസിനേഷൻ അവരെ പിന്തുടരുന്നത്. അവർ ചെയ്ത ക്രൈമാണ്, അവർ ചെയ്ത ദുഷ്ടത്തരം മൊത്തം അവരെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഇത് അവരെന്തെങ്കിലും ഇത് അറിയിക്കണമെന്ന് വെച്ചിട്ട് അത് അറിയിക്കുമ്പോൾ സ്വന്തം മകനോട് അറിയിക്കണം. കാരണം പെട്ടെന്ന് ഒരാൾക്ക് കത്തിച്ച് കളഞ്ഞാൽ തീരാവുന്നതായിരിക്കരുത്. അപ്പം മകനോട് പറയുന്നു, മകൻ അല്ലെങ്കിൽ നാളെ അവർ മകനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അതോറിറ്റി അറിയിക്കും. അതിനാണ് അവർ 2 കത്തെഴുതി വെച്ചിരുന്നത്. അതോറിറ്റി അറിയിക്കുമ്പോഴും ആരും അത് നശിപ്പിക്കാൻ പാടില്ല.
അതിനു വേണ്ടിയാണ് അവർ പെർമനൻ്റ് മാർക്കർ കൊണ്ട് ആ ഭിത്തി മൊത്തം അത് എഴുതി വെക്കുന്നത്. ഇൻ കേസ് ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്നാൽ കൃത്യമായ തെളിവുകൾ വേണം എന്ന് ഉള്ളൊരു ഉദ്ദേശത്തിലാണ് അവരതൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് എഴുതിയതല്ല അവരത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കാര്യം സത്യം തുറന്നു പറയാനായിട്ട് മകനോട് ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് അതുവരെയും അവർ അസ്വസ്ഥയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതിന് തൊട്ട് മുൻപ് അവര് ഒന്ന് പീസ്ഫുൾ ആയിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് ഒരു 1000-ഓളം തൊട്ടിലാണ് കാണുന്നത്. അതിൻ്റെ ശേഷം അവര് മനസ്സുകൊണ്ടൊന്ന് നെഞ്ചത്ത് തൊട്ടൊന്ന് സമാധാനപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അപ്പം അതിന് സിംബോളിക്കായിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് പോവാണ്, അല്ലെങ്കിൽ മകനോട് പറയാനായിട്ട് റിവീൽ ചെയ്യാനായിട്ട് പോവാണ് എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരുന്നു അങ്ങനെ? ഉറപ്പായിട്ടും. എന്താ കാര്യം അവർ പണ്ട് അവർക്കൊരിക്കലും മുറ്റത്തിറങ്ങാനൊക്കില്ല. അവർ പുറത്തിറങ്ങിയ അവരെ ഈ ഹാലുസിനേഷൻ വേട്ടയാടും, അവരെ ചെയ്ത ക്രൂരതകൾ വേട്ടയാടും. അപ്പോൾ അവർ ഇതിനു മുമ്പൊക്കെ ഇറങ്ങുമ്പോഴേക്കും അവരെ പേടിപ്പിക്കുന്ന രീതിയിലാണ് അവരതിൽ വീണു പോകും. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവർ ആ ഡയറിയും കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഇരുന്ന് കരയുന്നുണ്ട്. കരഞ്ഞു കഴിഞ്ഞിട്ട് അവർ സത്യം പുറത്തറിയിക്കാൻ വേണ്ടി അവർ ടൈപ്പ് റൈറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ മുറി നിറച്ച 1000 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവളുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അതിലവർ ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ മകൻ്റെ കാര്യം കൂടെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരത് ടൈപ്പ് റൈറ്റിൽ മാറി ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതോറിറ്റി അറിയിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ സത്യങ്ങളൊക്കെ അവർ തുറന്നു പറയാൻ തയ്യാറായി എന്ന് പറയുന്നതിൻ്റെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ടാണ് അത് പുറത്ത് പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അതേ ഹാലുസിനേഷൻ അവരെ വേട്ടയാടുമ്പോഴും അതിനെ അവർ പിടിച്ചു നിൽക്കുകയാണ്. ഞാനിതിൽ വീഴില്ല, കാരണം ഞാൻ ഈ സത്യങ്ങളൊക്കെ പുറത്ത് പറയാൻ പോവുകയാണ്, ഞാനിതിൽ പേടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കണ്ണടച്ച് നിൽക്കുന്നത്. പിന്നെ അവർ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് മഞ്ഞിൻ്റെ ഇടയിൽ അല്ലേ ഒരു സ്വർഗത്തിൽ എന്ന പോലെ മക്കളെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇത് പുറത്തറിയാൻ പോകുന്നു, ഞങ്ങളുടെ സത്യങ്ങളിൽ ലോകം അറിയാൻ പോകുന്നു എന്നുള്ളൊരു സാധനം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷോട്ട് വെച്ചതും അത്രയും 1000കണക്കിന് തൊട്ടികൾ വെച്ചത്. ഓക്കെ, ശരിക്കും പ്രീക്വൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ സീരീസുകൾ തന്നെ അതിനകത്തിൽ പ്രീക്വൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സീരീസിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാമായിരുന്നു. പക്ഷെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രീക്വൽ എന്ന് തന്നെ വേണം എന്നുള്ളതൊരു നിർബന്ധമായിരുന്നു. അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സീരീസിന്റെ ഒരു ബലം അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളും തന്നെയാണ്. അപ്പോൾ ഈ ഇപ്പം സഞ്ജുവിനെ പോലെയുള്ള ആളുകൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചിതരാണ്, പക്ഷെങ്കിൽ എന്നാൽ എവിടെയോ കണ്ടു മറന്ന മുഖങ്ങൾ പോലെയുള്ള ആളുകളാണ് മോസ്റ്റ് ഓഫ് ദി ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നിശ്ചയിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനത്തെ. ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ഞാൻ ഈ 1000 ബേബീസ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇത് സീരീസ് ചെയ്യുന്നത്. ചെയ്യാനുള്ള കാര്യത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ കേരളത്തിൽ നിന്ന് ഒരു സീരീസ് നാഷണൽ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം, എൻ്റെ ക്രിയേറ്റിവിറ്റി ശ്രദ്ധിക്കപ്പെടണം, എൻ്റെ ടെക്നീഷ്യനായിട്ട് ശ്രദ്ധിക്കപ്പെടണം. ഞാനതൊരു കുഞ്ഞുകളിക്കല്ല ഞാനിത് ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിയണം. ഇന്ത്യ മാത്രമല്ല, ലോകത്ത് മൊത്തം ഇത് സഞ്ചരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പം ആസ് എ ഫിലിം മേക്കർ, ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ മുമ്പിൽ വരുന്ന ആർട്ടിസ്റ്റിനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗംഭീര നടന്മാരായിരിക്കും, അല്ല നടികളായിരിക്കും. ഞാൻ നിങ്ങളോടൊരു കഥാപാത്രം പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു രൂപം ഉണ്ടാകും, ആ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണമെന്നൊക്കെ. ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ അതിന് വേറൊരു ബിൽഡ് ചെയ്യും. ആളിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത്, നിങ്ങൾ ആരും അങ്ങനെ ബിൽഡ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, കാരണം നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാനിപ്പോൾ പറയുന്ന ഒരു 40 വയസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു 35 വയസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു 18 വയസ്സുകാരൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് പറയുമ്പോൾ ഇയാൾ എവിടെ ജനിച്ചെന്നോ, ഇയാൾ എവിടെ വളർന്നെന്നോ, ഇയാൾ അക്കാഡമിക് എന്താണെന്നോ, അയാൾ ഏത് ചുറ്റുപാടിലാണ് ജീവിച്ചതെന്നോ, അച്ഛൻ ആരെന്നോ അമ്മ ആരെന്നോ ഇവർക്ക് ആർക്കും അറിയില്ല. ഇതെല്ലാം അറിയാവുന്ന ആസ് എ ഫിലിം മേക്കർ, ആസ് എ റൈറ്റർ എന്ന് പറഞ്ഞ് എനിക്കാണ്. അപ്പോൾ ഇവർ പിന്നെ എങ്ങനെയാണ് അതിന് പെരുമാറാൻ പോകുന്നത്, ഇവരെങ്ങനെയൊക്കെ അതിനെ മോൾഡ് ചെയ്തെടുക്കുക? അത് വേണ്ട. ഞാൻ പറയും എങ്ങനെയായിരിക്കും അയാൾ പെരുമാറേണ്ടതെന്ന്, കാരണം എനിക്കേ അറിയാവുള്ളൂ. അയാളുടെ അക്കാഡമിക്ക് എന്താണെന്ന് പോലും എനിക്കറിയാവൂ. അയാൾ ഏത് സ്കൂളിലായിരിക്കും പഠിച്ചിരിക്കുന്നത്, ഏത് സാഹചര്യത്തിൽ വളർന്ന അയാളായിരിക്കും,
ഇപ്പം നമ്മൾ പ്രേക്ഷകർ കാണുന്നതും അല്ലെങ്കിൽ കഥാപാത്രം ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റ് കാണുന്നതും അയാളുടെ 18 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സോ അല്ലാതെ 50 വയസ്സോ ഉള്ള ഒരു കഥാപാത്രമായിരിക്കും. പക്ഷേ ഇയാൾക്കൊരു പാസ്റ്റ് ഇല്ലേ, ഇയാൾക്കൊരു ഫാമിലി ഇല്ലേ, ഇയാൾക്കൊരു പാസ്റ്റ് ഉണ്ടല്ലോ. ആ പാസ്റ്റിൽ ഇയാളുടെ അച്ഛൻ എങ്ങനെയായിരിക്കും, അമ്മ എങ്ങനെയായിരിക്കും, അയാൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നും ഈ കഥാപാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പം അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളിങ്ങനെ പെരുമാറാവൂ, നിങ്ങളിങ്ങനെ സംസാരിക്കാവുള്ളൂ. കാരണം നിങ്ങളുടെ അക്കാഡമിക്ക് അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അടിപൊളിയായിരിക്കും, ഉഗ്രം പെർഫോമർ ആയിരിക്കും. പക്ഷേ എൻ്റെ കഥാപാത്രം അത്രയും പെർഫോം ചെയ്യേണ്ട. അയാൾ ഭയങ്കര നാണംകുണിയായിരിക്കും, ഇൻട്രോവേർട്ടായിരിക്കും, അയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കും, അയാൾ നോക്കുന്ന ഇങ്ങനെയായിരിക്കും, നടക്കുന്ന ഇങ്ങനെയായിരിക്കും. നിങ്ങളിത് ഞാൻ തന്നിട്ട് നിങ്ങൾ പ്രീ പ്ലാൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്നൊരു സാധനം തരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതാകത്തില്ല. അതുകൊണ്ട് എൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാം 1000 ബേബീസിൽ അഭിനയിച്ചിരിക്കുന്നത് അവരിന്ന് വരെ ചെയ്യാത്ത വേറൊരു പാറ്റേണിലാണ്. അവരുടെ ലുക്കാണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും, ഈവൻ എന്തിനാ കോസ്റ്റ്യൂം പോലും. ഇപ്പം ഞാൻ ഷാജു ശ്രീധറിന് കോസ്റ്റ്യൂം ഇട്ടപ്പോൾ ഞാൻ ഷാജുവിനോട് പറഞ്ഞു, ഇൻസർട്ട് ചെയ്യും ഷർട്ട്, പക്ഷെ അതൊരു കൃത്യമായിരിക്കില്ല. ബെൽറ്റ് ഇടില്ല, ഇൻസർട്ട് ചെയ്ത പാൻറ്റിൽ ബെൽറ്റ് ഇടാൻ പാടില്ല. പിന്നെ ഷൂസ് ഉപയോഗിക്കില്ല, വള്ളിച്ചെരുപ്പ് കെട്ടിയെരിപ്പേ ഉപയോഗിക്കാവുള്ളൂ. അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര അലസനായിരിക്കണം, ഒരു കാര്യത്തിലും കൃത്യമായി ശ്രദ്ധിക്കാത്ത, വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. പക്ഷേ ആളെ ബ്രില്യൻ്റാണ്. അത് നിങ്ങളൊരു ലുക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു ചെവി ഉണ്ടാവും, അതുകൊണ്ട് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങൾ ഭയങ്കര ഷാർപ്പായിരിക്കും. അതിന് ഷാജുവിനെ ഞാൻ ത്രൂ ഔട്ട് അത് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരിലോടും ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ സഞ്ജുവിനെ പറ്റി ഇത്രയും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. കാരണം സഞ്ജു ഒരു സിനിമ ചെയ്യുമ്പം ഒരു ക്യാരക്ടറായിരിക്കും ചെയ്യുക. 1000 ബേബീസ് വരുമ്പോൾ സഞ്ജു 5 കഥാപാത്രങ്ങളാണ്, 5ഉം വെവ്വേറെ ആയിരിക്കണമെന്ന് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഒരു ആടുജീവിതം ആരോ പറയുന്നത് കേട്ടു സഞ്ജുവിനെ, എനിക്ക് ഷാജു അങ്ങനെ ആരോ കളിയാക്കിയതാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ റൈറ്ററുണ്ട്, ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ എഴുതാനിരിക്കുമ്പോഴും ഞങ്ങൾക്കറിയാം കൃത്യമായിരിക്കണം ഇവർ ഇതിൽ വരുന്ന. ഇപ്പോൾ സഞ്ജുവിൻ്റെ കഥാപാത്രം 5 എണ്ണം 5 സിനിമയായിട്ട് അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചത്. അവനോട് ഞാൻ പറഞ്ഞത്, അവനെ ഞാൻ ഷൂട്ട് ചെയ്യിക്കുമ്പോഴും അങ്ങനെ ഷൂട്ട് ചെയ്യിച്ചത്. ഇപ്പോൾ സാറാമ്മച്ചിയുടെ കൂടെ ജീവിക്കുമ്പം അവൻ സാറാമ്മച്ചിയുടെ ബിബിനാണ്. അപ്പോൾ അവൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്, അവനെ ക്ലീൻ ഷേവ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അവൻ്റെ ഹെയർ സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സാറാമ്മച്ചിയുടെ പോർഷൻ കഴിഞ്ഞ് ഞാൻ സഞ്ജുവിനെ വിട്ടേക്കുക, സഞ്ജുവിനോട് പറയില്ല ഞാൻ ഇനി അടുത്ത ഏതാ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ സഞ്ജു വയ്ക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും. എങ്ങനെയോ വളരുന്ന പോലെ താടിയും മുടിയൊക്കെ വളർന്നോട്ടെ, ഞാൻ നിന്നെ പിന്നീട് വിളിച്ചോളാം എന്ന് പറയും. പിന്നെയാണ് ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇവനോട് ചോദിക്കും എന്താണ് അവസ്ഥയെന്ന്, സെൽഫി അയക്കാൻ പറയും. അപ്പോൾ അവൻ ഗ്രോത്ത് അയക്കും എങ്ങനെയാണെന്ന്. അപ്പോഴേക്കും എനിക്ക് അടുത്തൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ലുക്കാവുമ്പോൾ ഞാൻ സഞ്ജുവിനെ തിരിച്ചു വിളിക്കും, എനിക്ക് വേറെ ഷൂട്ടുണ്ട്. അപ്പോൾ സഞ്ജു റെഡി ആയിരിക്കും. അപ്പോൾ അതിൽ കുറേ ചേഞ്ച് വരുത്തിയിട്ടായിരിക്കും. പക്ഷേ ഞങ്ങളത് പേപ്പറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാർട്ട് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലുക്ക് കഴിഞ്ഞാൽ ഏത് ലുക്കായിരിക്കണം, ആ ലുക്ക് കഴിഞ്ഞാൽ വേറെ ഏത് ലുക്കായിരിക്കണം, താടി മീശ മാത്രം, താടി മാത്രം, ക്ലീൻ ഷേവ്, വലിയ താടി വെച്ചിട്ട്, ഹെയർ അതേപോലെ. അപ്പോൾ ഇതൊക്കെ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മിക്ക കഥാപാത്രങ്ങൾക്കും വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 ലൈൻ തോട്ടായിട്ട് ഈ ഒരു കഥ വന്നപ്പോൾ തന്നെ ഇതൊരു സീരീസ് ആവണം എന്ന് തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്? ഞാൻ ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചൊരു തോട്ടായത്. സിനിമ ഞാൻ ആ തോട്ട് ആലോചിച്ചു, അതിന് വീണ്ടും ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ അതിന് കുറേ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ തിരിച്ചറിയുന്നു ഇതൊരിക്കലും സിനിമയ്ക്ക് പറ്റിയ പ്ലോട്ടല്ല. നമുക്ക് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഇതൊന്നും പറയാനൊക്കത്തില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഞാനത് മാറ്റി വെച്ചിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ വന്നിരുന്നു, ഇതൊരു സിനിമയായിരുന്നെങ്കിൽ എന്നുള്ളൊരു തരത്തിൽ ഒരുപാട് പ്രേക്ഷകർ അങ്ങനെയും എഴുതി കണ്ടിരുന്നു. ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയാണ്. കാരണം എനിക്ക് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നേ. ഇപ്പം ആദ്യത്തെ 3 എപ്പിസോഡ് ഞാൻ തിയേറ്ററിൽ കാണിച്ചിരുന്നു. അന്ന് ആ തിയേറ്ററിൽ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൗണ്ടാണെങ്കിലും എൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ ആണെങ്കിലും മേക്കിംഗ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ഭയങ്കര രസമായിട്ടാണ് ആ 3 എപ്പിസോഡ് കണ്ടത്. 3 എപ്പിസോഡ് 2 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേർക്ക് അത് കിട്ടിയായിരുന്നു. അത് കണ്ടവർ തന്നെ പറഞ്ഞിരുന്നു, ഷോ ഇത് തിയേറ്ററിൽ വരേണ്ട പരിപാടിയായിരുന്നല്ലോ എന്ന്. തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യപ്പെടും ഈ കഥയ്ക്ക്.
ഒരു നായകന് വേണ്ടി ഞാൻ ഈ കഥ വളച്ചൊടിക്കേണ്ടി വരും. അത് എങ്ങും എത്താണ്ടാവും. നാളെ ഈ എല്ലാ ചാനലാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും നല്ലൊരു തോട്ടിനെ വെറുതെ സിനിമ ചെയ്ത് നശിപ്പിച്ചു, ഒതുക്കി ചുരുക്കി എന്നൊക്കെ പറയുമായിരുന്നു. എനിക്കൊരിക്കലും കഥ ചുരുക്കി ചെയ്യാനൊക്കത്തില്ല. അതെ, ഇപ്പം ഒതുക്കി ചുരുക്കി ഒരു സിനിമയുടെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിലേക്ക് അതിനെ ഒരു പക്ഷേ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് സീരിയസ് ആക്കി മാറ്റിയത്. പക്ഷെങ്കിൽ ഒരു കഥയെ നമുക്ക് വലുതാക്കുന്നതിനും പരിമിതികളില്ലേ? അതുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് നമുക്ക് സിനിമയിൽ എത്ര പേര് കഥ പറയാൻ പറ്റും? ഞാൻ ഈ 5 മണിക്കൂർ അടുത്ത് സീരീസ് ചെയ്തിട്ട് പോലും എനിക്ക് 7 പേരെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയും പറയാനുള്ളത് 1118 പേരുടെ കഥ ഞാൻ പറയാനുണ്ട് ഇനിയും. അവരും പുറത്തിരിക്കുകയാണ്. പിന്നെ കാരണം വെച്ചാൽ ഞാൻ അതിൽ ഈ 3 പോലീസ് ഓഫീസേഴ്സ്, ജഡ്ജ് ഉൾപ്പെടെ അവർ പറയുന്ന ഒരു പരമപ്രധാനമായ ഒരു വേർഡുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിതാണ്: ഇത് പുറത്തിറങ്ങിയാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് അതിഭീകരമായിരിക്കും. ജുഡീഷ്യറിക്കോ അല്ലെങ്കിൽ ഭരണത്തിരിക്കുന്ന നമ്മുടെ സർക്കാരിനോ അല്ല ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ അകത്ത് ക്രൈം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പുറത്തിറങ്ങിയാലുണ്ടാകുന്ന ഒരു ഭീകരത ഭയങ്കരമാണ്. ഇതെനിക്ക് വലിയ ക്യാൻവാസിലല്ലാണ്ടത് പറയാനേ ഒക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് മലയാളത്തിൽ ഒരുപാട് മനോഹരമായ നോവലുകളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുറേ നോവലുകളുണ്ട്. അതെനിക്ക് സിനിമ ആക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയാം ഞാനത് സ്ക്രീൻ പ്ലേയിലേക്ക് ഇരിക്കുമ്പോൾ, അതൊരു തിരക്കഥാവേളയിലേക്ക് ഇരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ആ നോവലിനോട് നീതി പുലർത്താനൊക്കെ ഉണ്ടാവും. അതൊരു സിനിമാറ്റിക്കായി മാറും. നാളെ ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ അത് വായിച്ച ആൾക്കാർ ഏറ്റവും മോശമായിട്ട് ഞാൻ ആ സിനിമ ചെയ്തെന്ന് പറയും. ഇപ്പം എനിക്കറിയാവുന്ന ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവൽ മമ്മൂക്ക വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതായിട്ട് എനിക്കറിയാം. പക്ഷേ അതൊരിക്കലും ഒരു സിനിമയിലേക്ക് ചുരുക്കി അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരിക്കലും തോന്നില്ല. കാരണം ഒരു സൈഡിൽ ഒരു കഥാപാത്രത്തിൻ്റെ കഥ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ 2 മണിക്കൂർ മുകളിലാവുന്ന അത്രയും വലിയ നോവലുകളാണ്. ഒരു പക്ഷേ സീരീസ് വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പല നോവലുകളും സിനിമയെക്കാട്ട് നന്നായിട്ട് സീരീസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ കഥ എഴുതി തുടങ്ങുമ്പോൾ തന്നെയാണോ കഥാപാത്രങ്ങളെയും തീരുമാനിച്ചത്? അത് ഏത് ഘട്ടത്തിലാണ് ശരിക്കും ഇന്ന കഥാപാത്രം ഇന്ന ആളാണ് ചെയ്യേണ്ടത് എന്ന തരത്തിൽ എല്ലാ കഥാപാത്രങ്ങളെയും തീരുമാനിക്കപ്പെട്ടത്? ഇല്ല, സാറാമ്മച്ചി കഥ കഴിഞ്ഞ് ഡിസ്നിയോട് ഇത് പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സാറാമ്മച്ചി ആരായിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലാകെ 2 പേരെ വന്നിട്ടുള്ളായിരുന്നു. ഒന്ന് പഴയ രേഖ മാം, പിന്നെ 2 നീന ഗുപ്ത. ഇവരല്ലാതെ വേറെ ആരും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ എഴുത്ത് കഴിഞ്ഞു, സ്ക്രീൻ പ്ലേ കഴിഞ്ഞു. സ്ക്രീൻ പ്ലേ ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ആര് ചെയ്യണം. അതിലേറ്റവും ലാസ്റ്റ് ആയിരിക്കുന്നത് ആദിലും റഹ്മാൻ സാറും ആയിരിക്കും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കും. ബാക്കി എല്ലാവരും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഒരു മാജിക്ക് ഓൾറെഡി അറിയുന്ന ഒരാളാണ്. ഇപ്പോൾ സീരീസുകളുടെയും ആ ഒരു ഗണത്തിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. അപ്പം ശരിക്കും രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് രണ്ടിൻ്റെ വ്യത്യാസമായിട്ട് തോന്നുന്നത്? അല്ല, ക്യാൻവാസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സിനിമയും സീരീസും ആത്യന്തികമായി എനിക്ക് സിനിമയോടാണ് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു മേഖല സിനിമ തന്നെയാണ്. 2 മണിക്കൂർ കൊണ്ട് ആൾക്കാരെ ഗംഭീര സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതേപോലത്തെ കഥകൾ നമുക്ക് സിനിമ ചെയ്യാനൊക്കാത്തതുകൊണ്ടാണ് ഞാൻ സീരീസ് ചെയ്തത്. ഇപ്പോൾ സീരീസിലേക്ക് ചെല്ലുമ്പോഴുള്ള ഒരു ഗുണം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബഡ്ജറ്റിംഗ് ആണ്. പിന്നെ അത് കാണുന്ന പ്രേക്ഷകരുടെ ഒരു വലിപ്പമാണ്. ഇപ്പം ഞാനിതൊരു സിനിമയാണ് ചെയ്തിരുന്നെങ്കിൽ ഈ 4.5 കോടി ജനമുള്ള കേരളത്തിൽ ഒരു 10% ആൾക്കാരെ ആ സിനിമ കാണത്തുള്ളൂ. അതൊരു സൂപ്പർ മെഗാ ഹിറ്റായാൽ. കാരണം ഇവിടെ ഓടിയ വലിയ പടങ്ങളെല്ലാം 10% മേളിൽ ആൾക്കാർ കണ്ടതുകൊണ്ട് മാത്രം സൂപ്പർ ഹിറ്റായ സിനിമകളാണ്. ഇപ്പോൾ ദൃശ്യമാണെങ്കിലും പുലിമുരുകനാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഈ പറയുന്ന 10% അത് മിനിമം 3.5 കോടി ആണെങ്കിൽ ഈ 35 ലക്ഷം മേലെ ആൾക്കാർ കണ്ടാൽ മാത്രമേ ഇവിടെ അത് സൂപ്പർ ഹിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര സിനിമകൾ സൂപ്പർ ഹിറ്റ് ആകുന്നുണ്ട്? അപ്പോൾ എത്ര ആൾക്കാർ കണ്ടിട്ടായിരിക്കും? സിനിമയാകുമ്പോൾ ഇതിൻ്റെ റിപ്പീറ്റഡ് വാച്ചും കൂടെ ഉണ്ട്. എന്നിട്ടായിരിക്കും ഈ 35 തൊടുക. കേരളത്തിൽ ഈ 4 കോടി ജനങ്ങൾ 1 കോടി ജനം പോലും സിനിമ കാണുന്നില്ല. സിനിമ എൻ്റെ ലൈഫിൽ എൻ്റർടൈൻ ഫാക്റ്റേ അല്ല. എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ളൊരു സമയത്ത് പോയി കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം മാത്രമാണ് സിനിമ മലയാളിക്ക്.
അല്ലാതെ ഇതിനെയെന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാനൊരു ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് കൊണ്ടുവന്നിട്ട് അത് എത്ര പേര് കാണും? അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ആൾക്കാർ വലിയ സൂപ്പർ സ്റ്റാറുകളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റുള്ള, അല്ലെങ്കിൽ വല്ലപ്പോഴും കൂടെ വന്ന് കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര മിറാക്കിൾ സംഭവിക്കണം. ഒരു കുഞ്ഞ് സിനിമയൊക്കെ ഭയങ്കര വലിയ ഹിറ്റാകണമെന്നുണ്ടെങ്കിൽ. ഒരു പക്ഷേ ഇത് സിനിമ ചെയ്തിരുന്നെങ്കിൽ പ്രേക്ഷകരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ഇത് സിനിമയാക്കിയിരുന്നെങ്കിൽ ഈ കണ്ടൻറ്റ് ബേസും ഇതിൻ്റെ മേക്ക് ബേസും കൊണ്ട് ഇത് ഹിറ്റാവുമായിരുന്നു. പക്ഷേ ഇത് സിനിമയാക്കാൻ വരുന്നൊരു പ്രൊഡ്യൂസറുണ്ട്. ആദ്യമേ സഞ്ജുവിനെ കട്ട് ചെയ്യുമായിരുന്നു, അതിനു മുമ്പ് നീന ഗുപ്തയെ കട്ട് ചെയ്യുമായിരുന്നു. അടുത്തെന്ത് ചെയ്യും? സഞ്ജു ബിബിൻ ആരാ ചെയ്യുന്നത്? അത് സഞ്ജു ശിവറാം എന്ന് പറഞ്ഞൊരു നടന. അയ്യോ നടക്കത്തില്ല, അത് വർക്കൗട്ടല്ല, ബിസിനസ് ആകത്തില്ല. കാരണം എനിക്ക് പ്രൊഡ്യൂസറെ കുറ്റം പറയാനൊക്കെ ഇല്ല, കാരണം അവരും ഇതിലേക്ക് വരുന്നത് കാശ് മുടക്കിയ കാശ് തിരിച്ചു കിട്ടാനാണ്. ഇപ്പോൾ സഞ്ജു മാറും, അതിന് പകരം ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റുള്ള ആരെങ്കിലും ഒരാൾ വരും, അയാൾ വന്ന് അഭിനയിക്കാൻ തയ്യാറാവും. പക്ഷേ ഈ വരുന്ന ആളുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് മുടി വെട്ടില്ല, താടി വളർത്തില്ല, ഞാൻ വേറെ ഇത് കഴിഞ്ഞാണ് അടുത്ത പടം, എനിക്ക് ഒരു 40 ദിവസം ഡേറ്റുള്ളൂ, അത് കഴിഞ്ഞ് വേറൊരു ഡേറ്റ്. അപ്പോൾ ഞാൻ ഈ കാണിച്ച അല്ലെങ്കിൽ ഞാൻ ഇതിൽ കഷ്ടപ്പെട്ട ഇതെല്ലാം അങ്ങ് പോകും. പോയിട്ട് വെപ്പ് താടി വെക്കേണ്ടി വരും, വെപ്പ് മീശ വെക്കേണ്ടി വരും. പിന്നെ ഒരേ അപ്പിയറൻസിൽ വരുത്തിക്കൊണ്ട് ആ ക്യാരക്ടറിനെ ഞാൻ അങ്ങ് വരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമയും സീരീസും തമ്മിലുള്ള വ്യത്യാസം. സീരീസ് ആയപ്പോൾ ഈ അവർക്ക് അങ്ങനൊരു മാർക്കറ്റിംഗ് പരിപാടിയൊന്നും ഇല്ല. അതൊരു വലിയ കോർപ്പറേറ്റാണ്. അവർ പറയുന്ന സാറ്റലൈറ്റുള്ള ആർട്ടിസ്റ്റൊന്നും അല്ല. ആ കഥാപാത്രത്തിന് പെർഫോം ചെയ്യപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരൂ. പക്ഷേ അത് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കണം ചെയ്യേണ്ടത്, പെർഫോമൻസ് വൈസ് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ റഹ്മാനെ കൊണ്ടുവന്ന്, അശ്വിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഹിന്ദിനി നീന ഗുപ്തയെ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒരു ഈക്വൽ ആയി, കുഴപ്പമില്ല, ആൾക്കാർക്ക് ശ്രദ്ധിക്കും. ബാക്കിയുള്ള ഡയറക്ടറെ ചോയ്സായിരുന്നു. ഈ ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, ഈ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന്, ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു സഞ്ജുവിന് പകരം ആരെങ്കിലും കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. നിങ്ങൾ ഇതിലൊക്കെ ഞാൻ സമ്മതിച്ചില്ലേ, ഇത് എനിക്ക് വിടൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സഞ്ജുവിനെ കൊണ്ടുവന്നത്. സിനിമയാണ് ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സിനിമയും സീരീസും തമ്മിലുള്ള വ്യത്യാസം ഈ ബഡ്ജറ്റിങ്ങിൻ്റെ ഉണ്ട്, ക്യാൻവാസിൻ്റെ വലിപ്പമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ. പിന്നെ അവരും ഹാപ്പിയാണ്, വരുന്ന ആർട്ടിസ്റ്റും ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും സ്പേസ് ഉണ്ട്, അഭിനയിക്കാൻ പെർഫോം ചെയ്യാൻ സ്പേസ് കിട്ടും. ഈ സിനിമയിലാകുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ 2 മണിക്കൂറിൽ ഞാൻ നായകൻ്റെ കഥ പറയുമ്പം നായകൻ്റെ സറൗണ്ടിൽ നിൽക്കുന്നവർക്കൊന്നും ഡെപ്ത് ഇല്ലാണ്ടായിപ്പോവും. അവരൊക്കെ ചുമ്മാ നായകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കൂട്ടുകാരോ അല്ല നായകനെ സപ്പോർട്ട്, നായകത്തിന് ചുറ്റും വലം വെക്കുന്ന ഉപഗ്രഹങ്ങളെ പോലെ ആയിപ്പോവും. സീരീസിൽ അങ്ങനെയല്ല. സീരീസിന് എല്ലാവർക്കും കൃത്യമായ ഒന്നാമത്തെ കാര്യം നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. OTT പ്ലാറ്റ്ഫോം തുറന്നു വയ്ക്കുന്ന ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പം ഈ ഒരു സീരീസിനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിലും ഓൾമോസ്റ്റ് 1 month കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അന്യഭാഷകളിൽ നിന്ന് ഉള്ള പ്രേക്ഷകർ ഇത്തരത്തിൽ സീരീസ് കാണുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതോ മറ്റു വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള റെസ്പോൺസോ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ട്? എനിക്ക് തോന്നുന്നു മലയാളത്തിലെക്കാട്ടി ആദ്യം കൂടെ റിവ്യൂ വന്നത് ഹിന്ദിയിൽ നിന്നാണ്. കാരണം ഞങ്ങൾ ബോംബെയിലാണ്, ഞങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ, റഹ്മാൻ സാറ്, സഞ്ജു, ഞങ്ങൾ ക്യാമറമാൻ, എൻ്റെ റൈറ്റർ അറൂസ്, ഞങ്ങളെല്ലാവരും ബോംബെയിലാണ്. അന്ന് രാത്രി 12 മണിക്ക് ഇത് കയറി, പക്ഷേ അവർ 11:30 പേർ ചെയ്തു. അപ്പം ഞങ്ങളന്ന് രാത്രി ആരും ഇറങ്ങാണ്ട് നോക്കുകയാണ്, റിവ്യൂ ഇടുന്നുണ്ട്. അന്ന് വെളുപ്പാങ്കാലമായപ്പോൾ ഹിന്ദിക്കാർ റിവ്യൂ ഇട്ട് തുടങ്ങി. ഇപ്പം മലയാളി കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഹിന്ദിക്കാർ കണ്ടിരുന്നു. അവർ റിവ്യൂ എഴുതി. തമിഴ്നാട്ടിൽ ആൾക്കാർ റിവ്യൂ ചെയ്തു, തെലുങ്കിൽ നിന്ന് റിവ്യൂ ചെയ്തു, കൽക്കട്ടയിൽ നിന്ന്, ബംഗാളിൽ നിന്നൊക്കെ റിവ്യൂ ചെയ്തു. അപ്പോഴാണ് നമുക്ക് സന്തോഷമായത്. കാരണം നമ്മളിവിടെ റിവ്യൂ പറയുന്ന വരുമ്പോൾ അവർ ആൾക്കാർ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ മലയാളത്തിൽ നിന്നൊരു ഇത് 1000 ബേബീസ് പോലത്തെ ഒരു സീരീസ് വരുന്നു, അത് പുതിയൊരു കണ്ടൻറ്റാണ്, അത് ഗംഭീര പരിപാടിയാണെന്നുള്ള ഓൾറെഡി ഡിസ്നി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ വാച്ച് ചെയ്യാൻ തയ്യാറായി വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഈ മലയാളത്തിൽ നിന്ന് പോകുന്ന കണ്ടൻറ്റുകളെ പറ്റി അവർ ഭയങ്കര ചർച്ചയാണ്. ഏതോ ഇൻ്റർവ്യൂവിൽ ബൊമ്പയിൽ വെച്ച് ഏതോ NDTV ആണെന്ന് തോന്നുന്നു, ഇൻ്റർവ്യൂവിൽ നീന ഗുപ്തയോട് ചോദിച്ചിരുന്നു, നിങ്ങളെങ്ങനെയാണ് ഈ സൗത്തിൽ പോയി പെട്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഈ സൗത്തിനോട് എന്താണ് ഇത്ര ഇഷ്ടം? അപ്പോൾ നീനാജി പറയുന്നു, അവിടെ നിന്നാണ് ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ഉണ്ടാകുന്നത്, ഏറ്റവും നല്ല കണ്ടൻറ് ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ് വരുന്ന സൗത്തിൽ നിന്നാണ്. നോർത്തിൽ ഇപ്പോഴും നിങ്ങൾ ഈ ചുമ്മാ പാട്ടും ബഹളമൊക്കെ ആയിട്ടൊക്കെ നടക്കല്ലേ. സൗത്തിൽ നിന്ന് വരുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവർ ചോദിച്ചത് എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന്.
എന്തുകൊണ്ടാണ് സൗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കഥകളുണ്ടാകുന്നു, കണ്ടൻറ്റുകൾ ഉണ്ടാകുന്നു, അല്ല ടെക്നീഷ്യൻസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു. അതിന് ഇനാജി പറഞ്ഞ മനോഹരമായ മറുപടിയാണ്, അത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാണെന്നാണ് പറഞ്ഞത്. ഏതൊരു ഗ്രാമത്തിൽ പോയാലും ഗ്രാജുവേറ്റ് അല്ലാത്ത ആൾക്കാരെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. നിനജി എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ പോയി ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നെ അവർ താമസിപ്പിച്ച പാല എന്ന് പറയുന്നൊരു ടൗൺഷിപ്പിലാണ്. ഈ പാലയിൽ നിന്ന് ഞാൻ ഈരാറ്റുപേട്ടയിലേക്ക് രാവിലെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് കോച്ചിങ് സെൻറ്ററുകളാണ്, ട്യൂഷൻ സെൻറ്ററുകളാണ്. അതേപോലത്തെ സ്ഥലത്ത് ഇതിനും മാത്രം കോച്ചിങ് സെൻറ്റർ എന്തിനായിരുന്നു എന്നാണ്. അപ്പോൾ അവരന്വേഷിച്ചപ്പോൾ അറിയുന്നത് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും ഗ്രാജുവേറ്റ് ആയിരിക്കും, മിക്കവരും വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ എല്ലാവരും നല്ലവണ്ണം വായിക്കും, എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവരും മനോഹരമായി സംസാരിക്കും, അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ വരുന്നത്. അല്ല അതൊരു മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറി ഇരുന്നിട്ട് വേറൊരു ഇൻ്റർവ്യൂ ഞങ്ങൾ ബാക്കിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. NDTV പോലത്തെ ഒരു ചാനലിൽ അവർ മാറി ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ് മലയാളികളെ പറ്റി പറയുമ്പോൾ. സംവിധായകനോടൊപ്പം തന്നെ ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ സംവിധായകരെ പറയുന്നത് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നാണ്. അപ്പോൾ ആരാണ് ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സീരീസിന് ഒരു തിരക്കഥാകൃത്ത്? ഞാൻ ഈ സിനിമയിൽ ശരിക്കും ഡയറക്ടറാകാൻ വേണ്ടി വന്ന ഒരാളാണ്. ഡയറക്ടറാകാൻ വേണ്ടി എഴുത്തുകാരനായ ആളാണ്. അതെങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയതല്ല, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയതാണ്. ട്രിവാൻഡ്രത്ത് ഷൂട്ട് നടക്കുന്നൊരു പടമാണ്. ഞാൻ അസിസ്റ്റൻ്റ് ആകാൻ വേണ്ടി നടന്ന് ഞാൻ കുഴഞ്ഞ്. അപ്പോഴാണ് അറിയുന്നത് ഏതൊരു പടത്തിൻ്റെ ഷൂട്ടാണ്. ഞാൻ പടത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഞാൻ അതിൻ്റെ അത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ കോളേജിലാണ്, ലോയല കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെയിലും ഈ ആർട്ടിലെ പിള്ളേർ 2 ബുക്ക് തന്ന് ഞാൻ ആ ബുക്കും പിടിച്ചിട്ട് ഞാൻ മരച്ചോട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. ഇതാണ് ഉള്ളൂ, ജൂനിയർ ആർട്ടിസ്റ്റാണ്, ബാക്കിലൊക്കെ ഇങ്ങനെ നടക്കാം. ഒരിക്കൽ ലഞ്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒരു മരത്തിൻ്റെ സൈഡിൽ ഇരുന്ന് കരയുക. അപ്പോൾ ഞാൻ ചോദിച്ചത് നീ എന്തായിരുന്നു കരയെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഈ പണിക്കൊന്നും വന്നതല്ല, ഞാൻ ശിവൻ സ്റ്റാറിൻ്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വന്നതാണ്, ഇവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് വിടരുത്, എനിക്കിതൊന്നും അറിയത്തില്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ആവശ്യമുള്ള ഒരാൾ ഞാൻ അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം. ഒരു ആവശ്യമില്ലാത്ത ഒരുത്തൻ ആ ക്ലാപ്പ് ബോർഡും പിടിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് കൂടിയിട്ട് അവനോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണെന്ന്. അവൻ പഠിപ്പിച്ചു, അവൻ എന്നെ അസിസ്റ്റൻ്റാക്കി. ഒന്ന് ആലോചിക്കുക, ഡയറക്ടർ പോലും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞ് ക്ലാപ്പ് അടിച്ചോളാൻ. അപ്പം ഞാൻ ക്ലാപ്പും കൊണ്ട് നടന്നപ്പോൾ അസോസിയേറ്റ് ചോദിച്ചിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു. അല്ല എന്നോട് പുള്ളി പറഞ്ഞ് ക്ലാപ്പ് അടിക്കാൻ. പിറ്റേ ദിവസം കൊണ്ട് അവൻ പോയി കളഞ്ഞു. പിന്നെ ഞാനാണ് അവിടെ ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുന്നത്. പക്ഷേ ഞാൻ ഈ ലോയല കോളേജിൽ വരുന്നത് എനിക്ക് ആ പ്രൊഡക്ഷനിൽ നിന്ന് വണ്ടി തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ താമസിക്കുന്നവർക്കറിയില്ല. അപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് രാവിലെ ഇവിടെ എത്താനാണ്. അപ്പം ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഈ പ്രൊഡക്ഷന് ഫുഡ് വന്ന വണ്ടി കയറി ഈ കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും. അവിടെ നിന്നൊരു ബസ് കയറിയിട്ട് ഞാൻ തമ്പാനൂർ എൻ്റെ റൂമിൽ പോകും. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് ഞാൻ തമ്പാനൂരിൽ നിന്ന് ബസ് കയറി കേശവദാസപുരത്ത് ഇറങ്ങി നിൽക്കും. എനിക്കറിയാം ആ സമയം യൂണിറ്റ് വണ്ടി ഫുഡും കൊണ്ട് പോകുന്ന സമയത്ത് അവരെ നിർത്തിത്തരം ഞാൻ അതിൻ്റെ അകത്ത് കയറും. ഇതൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു അവിടെ ഷൂട്ട്. ഈ 11ാമത്തെ ദിവസം ഞാൻ രാവിലെ 5 മണിക്ക് ഇറങ്ങി കേശവദാസപുരത്ത് നിൽപ്പുണ്ട്. അന്ന് മൊബൈൽ പരിപാടിയൊന്നുമില്ല. ഞാൻ വൈകുന്നേരം നിന്ന് വണ്ടി വന്നില്ല. അടുത്ത ദിവസം ഞാൻ നിന്ന് വണ്ടി വന്നില്ല. പിന്നീട് ഞാൻ തപ്പിച്ചെല്ലുമ്പോൾ അറിയുന്നത് ആ ഷൂട്ടിംഗ് അവിടെ നിന്ന് ഷിഫ്റ്റായി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ആരോരും ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് ഒരു അസിസ്റ്റൻ്റ് ആകാൻ വേണ്ടി നടക്കുന്ന ഒരാൾക്ക് അയാളെ കൈപിടിച്ച് കയറ്റാനോ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു തരാനോ ആരും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ എൻ്റെ കൊച്ചു റൂമിൽ പോയി കിടന്നിട്ട് ആലോചിക്കുന്നത് ഇങ്ങനെയാണ്, എവിടെ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്, ആരായിരിക്കും ആദ്യം സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്, ഒരു എഴുത്തുകാരനിൽ നിന്നാണ് ആദ്യം സിനിമ ഉണ്ടാകുന്നത്. അവൻ്റെ തോട്ടിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്. അവൻ അവിടെ തുടങ്ങുന്നു, അവൻ്റെ ചിന്തകളിൽ നിന്ന്. അപ്പോൾ ഒരു കഥാകൃത്തിനെ മാറ്റി വെച്ചിട്ട് ഒരു സിനിമ ഒരിക്കലും ആലോചിക്കാൻ പോലും ഒക്കില്ല. അവനില്ലാത്തൊരു സ്പോട്ട് കാണില്ല. ഒരു കഥയെ ആലോചിക്കുന്നു, അതൊരു ഡയറക്ടറോട് പറയുന്നു, അതൊരു പ്രൊഡ്യൂസറോട് പറയുന്നു, ആ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഈ കഥാകൃത്ത് പോയി നടനോട് പറയുന്നു, മ്യൂസിക് ഡയറക്ടറോട് പറയുന്നു, അപ്പം ആർട്ട് ഡയറക്ടറോട് പറയണം, ക്യാമറമാനോട് പറയണം. ഇവിടെ എല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാൾ എൻ്റെ റൈറ്ററാണ്. അപ്പം ഞാൻ ആലോചിച്ചു എത്ര നല്ല പരിപാടി റൈറ്ററാകുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമയുടെ എല്ലാ ഭാഗമാകാം. അങ്ങനെയാണ് ഞാൻ റൈറ്ററാകാൻ തീരുമാനിക്കുന്നത്. ഞാൻ അക്കാഡമിക്കായിട്ട്
അങ്ങനെ വലിയൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഭാഷാ നൈപുണ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് ചിലപ്പോൾ കായ്ക്കൊക്കെ എഴുതാൻ പറഞ്ഞ് ഞാൻ ചിലപ്പം തെറ്റാതെ എഴുതുമായിരിക്കും. ഞാൻ ഈ എഴുത്തുകാരനാകാൻ തീരുമാനിച്ച് നടക്കുന്ന സമയത്ത് അത് എഴുതിയാൽ മൊത്തം തെറ്റായിരിക്കും. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ തോന്നില്ലായിരിക്കും. ഞാൻ അങ്ങനെയാണ് കയറി വന്നത് റൈറ്ററായി. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു റൈറ്ററാണ്, നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണത്. ഒരു റൈറ്ററിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്. അയാൾ എഴുതി വെച്ചു. നിങ്ങൾക്കൊരു സ്ക്രീൻ പ്ലേ ഇല്ലാണ്ട് ഇവിടെ ഒരു മാജിക്കും ചെയ്യാനൊക്കെ ഇല്ല. അത് ബൈൻഡഡായിട്ട് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീൻ പ്ലേ വെച്ച് ഇവിടെ എന്ത് മാജിക്കും ചെയ്യാം. അത് ആ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ 2 കൺട്രീസ് പോലുള്ള ചിത്രങ്ങൾ മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ചിത്രങ്ങളാണ്. തിയേറ്ററുകളിൽ അതുമാതിരി കടികൾ കിട്ടിയിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ അതുപോലുള്ള ചിത്രങ്ങൾ മലയാള സിനിമ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിത്രത്തിലേക്കൊക്കെ ഒരു എഴുത്തിലേക്കോ ഒക്കെ എപ്പോഴെങ്കിലും കിടക്കാനായിട്ടൊരു ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാറ്റി വെച്ചിട്ടുണ്ടോ അതിനായി സമയം? ഉണ്ട്. ഞാൻ ഷാഫിയും കൂടെ വീണ്ടും പടമുണ്ട്, ദിലീപേട്ടനോട് പടമുണ്ട്. എന്നെ ഇപ്പം വിളിച്ചിരുന്നു, ഷാഫിയും ദിലീപേട്ടനൊക്കെ വിളിച്ചിരുന്നു വീണ്ടും നമ്മൾ ചെയ്യണമെന്ന്. ഞങ്ങളൊരു 5 കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത പടം അത് ഫുൾ എഴുതി കൊടുത്തിരുന്നതാണ്. ഇനി ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷേ ബേസിക്കലി ഞാനൊരു കോമഡി എഴുത്തുകാരനല്ല. കോമഡി എനിക്ക് എഴുതാനൊക്കെ ഇല്ല. ഇപ്പോൾ 2 കൺട്രീസ് എന്ന് പറഞ്ഞ കഥ ഞാൻ ഷാഫി എടുത്ത് പറയുമ്പോഴും എൻ്റെ തിരക്കഥ പറയുമ്പോഴും എനിക്ക് ഒരിക്കലും എൻ്റെ ഡയലോഗ്സ് എഴുതാനൊക്കത്തില്ല എന്ന് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഷാഫിക്കടുത്ത് പറഞ്ഞു, ഷാഫിക്ക് ഡയലോഗ്സ് എന്നെ കൊണ്ട് താങ്ങില്ല. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പരിപാടിയല്ല. അങ്ങനെ റാഫിക്ക് അത് എഴുതാൻ തീരുമാനിക്കുന്നത്. റാഫിക്ക് എഴുതിയത് കൊണ്ട് മാത്രമാണ് അത് അത്രയും സൂപ്പർ ഹിറ്റ്. അത് എൻ്റെ ഒരു കഥ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കഥയും അതിൻ്റെ തിരക്കഥയുടെ ഒരു കൗശലം മാത്രമേ ഉള്ളൂ. അത് ആ കോമഡി വർക്കൗട്ടായത് റാഫിക്കയുടെ കഴിവുകൊണ്ടാണ്. ഈ അങ്ങനത്തെ കോമഡി പടത്തിൽ ഡയലോഗ്സ് എഴുതാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതൊരു കോമഡിയായിട്ട് എഴുതിയെടുക്കാൻ എനിക്ക് പാടായിരിക്കും. ഞാനത് കഴിഞ്ഞ് ഷാഫിക്കായിട്ട് ഒരു പടം കൂടെ ചെയ്തിരുന്നു, ഷെർലോക്ക് ടോംസ് എന്ന് പറഞ്ഞ കൂടെ, ബിച്ചാട്ടിനോട്ടുള്ള പടം. അത് ഈ പറഞ്ഞ കഥയും തിരക്കഥയിലും മാത്രമേ ഞാൻ കൈവച്ചുള്ളൂ. സംഭാഷണം എഴുതിയ പാവം പ്രിയപ്പെട്ട സച്ചിയായിരുന്നു. അപ്പോൾ പിന്നെ സച്ചി ഞാനും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നാണ് എഴുതിയത്. അപ്പം സച്ചേട്ടനെല്ലാം മരിച്ചുപോയി. സച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കോമഡി എഴുതുക എന്നുള്ളത്. അങ്ങനെ ഷെർലോക്ക് ടോംസ് ഉണ്ടായത്. ഈ കോമഡി എഴുതുക അത് വേറെ പരിപാടിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇച്ചിരി പാടാ. ഈ 2 കൺട്രീസിൻ്റെ ഒക്കെ 1 ലൈൻ തോട്ടപ്പോൾ ആദ്യം എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇല്ല, 1 ലൈൻ അല്ലേ, എനിക്ക് ഫുൾ അറിയാം. കഥ ഉണ്ടായിരുന്നു, ബേസിക്കലി കഥ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഷാഫിയും കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദിലീപേട്ടനോട് പറഞ്ഞ കഥയുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ആ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഫോർട്ടിൽ. അപ്പോൾ വെറുതെ വന്ന് ദിലീപേട്ടനോട് ഇത് ചുമ്മാ പറഞ്ഞതാണ്. അപ്പോഴാണ് ദിലീപേട്ടനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ആ കഥക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്. കാരണം അത് ത്രൂ ഔട്ട് കഥ ഉണ്ടായിരുന്നു പറയുമ്പോൾ. തിരിച്ച് 1000 ബേബീസിലേക്ക് വരുവാണെങ്കിൽ ദ എൻഡ് ഈസ് നെവർ ദ എൻഡ്. അപ്പോൾ ആ ഒരു കോട്ടോട് കൂടിയാണ് ഫസ്റ്റ് സീസൺ വൈൻഡപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലൈമാക്സിൽ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം ശരിക്കും ഇതൊരു സീരീസ് എന്ന തരത്തിലും അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ സീസൺസ് ഉള്ളൊരു സീരീസ് എന്ന തരത്തിലും ആയിരുന്നോ ഇത് പ്ലാൻ ചെയ്തപ്പോൾ മുതലേ? അങ്ങനെ തന്നെ ആയിരുന്നു? ഉറപ്പായിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ 1000 എന്നോട് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് ഏറ്റവും കൂടുതൽ വിളിച്ച് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും, എൻ്റെ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് മാത്രമല്ല, അതല്ല എല്ലാ ആർട്ടിസ്റ്റും. ഇപ്പോൾ റഹ്മാൻ സാറ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, എടാ എഴുതി തുടങ്ങിയാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അഭിനയിച്ചവർക്ക് പോലും ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന്. ഇതങ്ങനെ പോകാൻ പറ്റുന്നൊരു തോട്ടാണ്. എന്തായാലും ഇപ്പം മനസ്സിൽ സെക്കൻഡ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ അതൊരു വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ വിചാരിക്കാത്തതിൻ്റെ മുകളിലാണ് ആ സീരീസ് വർക്കൗട്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സെക്കൻഡ് സീസൺ ചെയ്യുമ്പോൾ സമയമെടുത്ത് ധൃതിയൊന്നും ഇല്ലാതെ വൃത്തിക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതായിരിക്കും മിക്കവാറും ഉണ്ടാകുക. പിന്നെ സിനിമകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഓപ്പൺ എൻഡ് ക്ലൈമാക്സ് ആണ് എന്നുള്ള തരത്തിൽ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഏറ്റവും നല്ല റിവ്യൂസ് വരുമ്പോൾ ഇങ്ങനൊരു വിമർശനവും കൂടി അപ്പം അതിനെ എങ്ങനെയാണ് അപ്പോൾ നോക്കി കാണുന്നത്? ഇല്ലേ, എന്നോട് പറഞ്ഞു ഭയങ്കര പെട്ടെന്ന് തീർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ പെട്ടെന്ന് കൊല്ലണ്ടായി. ആ 7ാമത്തെ എപ്പിസോഡ് റിപ്പീറ്റഡ് വാച്ചറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ടു പോകുന്ന എല്ലാ ലൂപ്പ് ഹോൾസും അതിൻ്റെ അകത്തുണ്ട്. ആൾക്കാർക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അത് ആൾക്കാർക്ക് കിട്ടാണ്ട് വന്നിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഞാൻ ഏതൊരു സ്ഥലത്ത് അതിനെ റിവീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പരിപാടിയിലെക്കാട്ടി അപ്പുറത്തേക്കാണ് എൻ്റെ ക്ലൈമാക്സ് വെച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഫസ്റ്റ് സീസണിൽ തന്നെ അത് അവസാനിക്കും എന്നുള്ളൊരു തരത്തിലിരിക്കുമ്പോഴാണ് ഈ കോട്ടോടുകൂടി അത് അവസാനിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു ആകാംക്ഷ, ഇനി എപ്പോഴാണ് അതിൻ്റെ സെക്കൻഡ് സീസൺ എന്നുള്ളത്. അത് അവനടുത്ത് ആ ഡയലോഗ്സിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ളതൊക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ റിയാലിറ്റിയിൽ വന്നാൽ ഭയങ്കര ഭീകരമാണ്. നമ്മളെല്ലാവരും ചിന്തിച്ചാൽ അതിനൊരു ഭീകരതയുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ക്രൈമും ത്രില്ലിലൊക്കെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇമോഷൻ കിടക്കുകയാണ് ഇങ്ങനെ. നമുക്കൊന്നും പറഞ്ഞാൽ തീരാനൊക്കാത്തതിൻ്റെ അപ്പുറത്താണ് ആ ഇമോഷൻ. ഇതിൻ്റെ റിയാലിറ്റി ഇതിങ്ങനെ നടന്നിരുന്നെങ്കിൽ, ഇപ്പോൾ നിൻ്റെ ലൈഫിൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ഇതുണ്ടായിരുന്നെന്ന് അറിഞ്ഞാൽ നീ നേരിടുന്ന മാനസിക പ്രയാസം എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റും ഓരോ മനുഷ്യർക്കും അല്ലേ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പിന്നെ നമുക്കൊരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ അവർ പറയുന്ന കുറച്ച് ചെറിയ വീടുകളിൽ പോലും നമ്മളെ നോവിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ നോവിക്കുന്ന കണ്ടൻറ്റ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും. അപ്പം ഇത് നടക്കാതിരിക്കട്ടെ അല്ലേ. ഞാൻ ഇങ്ങനെ വേഗമായിട്ട് ആലോചിച്ചൊരു തോട്ടിൽ നിന്നുണ്ടായാണ് ആ സബ്ജക്റ്റ്. അങ്ങനെ ഒരു റിയാലിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സഹിക്കാനൊക്കെ ഇല്ല. എന്താണ് സെക്കൻഡ് സീസൺ വരുമ്പോൾ പ്രേക്ഷകർ 1000 ബേബീസ് എന്ന സീരീസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എന്തായാലും ഇതിനെ മുകളിൽ വെക്കണമെന്നുള്ള ആഗ്രഹമാണ്. എഴുതി തുടങ്ങണം. ഞാനും അറൂസും ഞങ്ങൾ രണ്ടും കൂടെ എഴുതുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ഇതുവരെ ഇരുന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതിൻ്റെ പുറയായതുകൊണ്ട് അതിൻ്റെ ഒരു ചടപ്പൊക്കെ ഉണ്ട്. ഒന്ന് സമാധാനമായിട്ട് ചോറൊക്കെ കഴിച്ച് ഐഡിയസൊക്കെ ഞങ്ങൾ നേരത്തെ ഫസ്റ്റ് സീസൺ ചെയ്യുമ്പോഴേ ഞങ്ങൾ പല സ്ഥലത്ത് ലൂപ്പോൾ ഇട്ടിട്ട് പോയത് കൊണ്ട് ഞങ്ങൾ കൃത്യമായി പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന പോയിൻറ്റ്സാണ്. റിപ്പീറ്റഡ് വാച്ച് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഉണ്ട് എൻ്റെ അകത്ത്. അപ്പം 1000 ബേബീസിനോടൊപ്പം ഇനി മറ്റ് പ്രോജക്റ്റുകൾ എന്തെങ്കിലും ചിന്തയിലുണ്ടോ? ചിന്തയിലൊന്നുള്ളതല്ല. ഈ 1000 ബേബീസ് കൊണ്ട് എന്താണ് എനിക്കുണ്ടായ ഗുണം എന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഞാനത് തിരിച്ചറിയുന്നത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വലിയ കഥകളുണ്ട്, വലിയ പ്ലോട്ടുകളും വലിയ സിനിമകളുണ്ട്, വലിയ ചിന്തകളുണ്ട്. അന്നൊരു പക്ഷേ ഈ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും എൻ്റെ ആ ചിന്തകൾ വൗ ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 1000 ബേബീസ് വന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗുണമുണ്ടായത്, ഇവരൊക്കെ എന്നെ വിളിച്ചിരിക്കുന്നു, നമുക്കത് മുന്നോട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം അവരെന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഞാൻ പറയുന്ന വിഷ്വൽ ഇങ്ങനെയായിരിക്കും, എൻ്റെ ക്യാൻവാസ് ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും എൻ്റെ ഒരു മേക്ക് എന്ന് പറയുന്നൊരു സാധനം. അതാണ് 1000 ബേബീസ് കൊണ്ട് എനിക്ക് ഏറ്റവും ഉണ്ടായ ഗുണം. ഈ ആർട്ടിസ്റ്റുകളും അല്ലെ പ്രൊഡക്ഷൻ കമ്പനികളും എന്നെ വിശ്വസിക്കും, ഞാൻ ഇങ്ങനെ അത് ചെയ്യൂ, ആളെ കൊണ്ടത് സാധിക്കും എന്ന് പറയുന്നത്. അതങ്ങനെ വരുത്താനാണ് ഞാൻ 1000 ബേബീസിൽ അത്രയും കഷ്ടപ്പെട്ടത്. അപ്പം അതാണ് 1000 ബേബീസ് കൊണ്ടുള്ള എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും കഥ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും മിസ്റ്ററി കൊണ്ടും ഒക്കെ ഇനി സെക്കൻഡ് സീസണും നമ്മളൊക്കെ ഫസ്റ്റ് സീസണേക്കാട്ടിലും കൂടുതൽ അത്ഭുതപ്പെടുത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ്. താങ്ക് യു. റിപ്പോർട്ടർ TV നമ്മളോടൊപ്പം ചേർന്നത്. താങ്ക് യു.